ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡ് അടിസ്ഥാനമാക്കി 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ്, പുതിയ അപേക്ഷ സമർപ്പിക്കൽ, നിലവിലെ കാർഡ് പുതുക്കൽ, നിലവിലെ കാർഡിൽ കുടുംബത്തിലെ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തൽ തുടങ്ങിയവയെക്കുറിച്ച് നിരവധി അറിയിപ്പുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും APL BPL വ്യത്യാസമില്ലാതെ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടു കൂടി സാധാരണക്കാർക്ക് അവരുടെ കുടുംബത്തിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ചികിത്സാ സഹായം, മരുന്നുകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, കൃത്രിമ ഉപകരണങ്ങൾ ശരീരത്തിൽ വെച്ചുപിടിപ്പിക്കുന്നത് മുതൽ വിവിധ പരിശോധനകളും അതിന്റെ ചികിത്സയും ഉൾപ്പെടെ 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വഴി ലഭ്യമാക്കുന്നത്. ഇത്തരത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം 2011 സാമൂഹിക സാമ്പത്തിക സെൻസസ് ഒക്കെ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കത്ത് മുഖാന്തരം അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്കുമെല്ലാമാണ് 5 ലക്ഷം രൂപ വരെയുള്ള കുടുംബ ചികിത്സ ആനുകൂല്യം ഓരോ വർഷവും ലഭ്യമാവുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്ന സൂചന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞയിടയ്ക്ക് പുറത്തു വന്നിരുന്നുവെങ്കിലും അത് എന്ന് ആരംഭിക്കുമെന്ന അറിയിപ്പൊന്നും ഇതുവരെ ഔദ്യോഗികമായി വന്നിട്ടില്ല. എന്നാൽ അതിനു മുന്നോടിയായി നിലവിൽ അംഗത്വമുള്ള വ്യക്തികൾക്ക് അവരുടെ കുടുംബങ്ങളിൽ പലരെയും നിലവിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി പേര് ചേർക്കുന്നതിനും അതോടൊപ്പം വ്യക്തിഗതമായിട്ട് തന്നെ കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനും ഇപ്പോൾ സാധിക്കുന്നതാണ്. ഈ സംവിധാനമെല്ലാം ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് സൈറ്റിൽ ഇനേബിൾ ആയിട്ടുണ്ടെന്ന കാര്യം ജനങ്ങൾ മനസ്സിലാക്കി വെക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ, CSC സെന്ററുകൾ വഴി നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുവാൻ സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങൾക്കെല്ലാം അറിയിപ്പ് ലഭിച്ചു വരുന്നതേയുള്ളൂ എന്നതിനാൽ കുറച്ച് കഴിഞ്ഞ് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാണെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ മറ്റ് അംഗങ്ങളെ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് സാധിക്കുന്നതാണ്. മുൻപ് ആശുപത്രിയിലെ ഹെൽപ്പ് ഡെസ്കുകൾ, അതായത് കാസ്പ് ഡെസ്കുകൾ വഴിയൊക്കെയായിരുന്നു ഈ ഒരു നടപടി നിങ്ങൾക്ക് സാധ്യമായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയും അംഗങ്ങളെ ചേർക്കുവാൻ കഴിയുന്ന തരത്തിലാണ് സർക്കാർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഡൗൺലോഡ് ചെയ്തു വെക്കുവാനും സാധിക്കും. എന്നാൽ ഈ പദ്ധതിയിലേക്കുള്ള നിലവിൽ അംഗങ്ങളല്ലാത്ത കുടുംബാംഗങ്ങളുടെ പുതിയ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല. നിലവിൽ അർഹതയുള്ള പലർക്കും ഈ സൗജന്യ സഹായം ലഭിക്കുന്നില്ല. ഇവർക്കായി പുതിയൊരു നടപടിക്ക് ഒരുങ്ങുകയാണ് സർക്കാർ. റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ ഇനി മുതൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ചികിത്സ ഓരോ വർഷവും ലഭ്യമാവുന്ന തരത്തിൽ ലഭ്യമാക്കും. സാധാരണക്കാർക്ക് വേണ്ട ചികിത്സകൾ സർക്കാർ ആശുപത്രികളിലും ഈ പദ്ധതിയിൽ അംഗങ്ങളായ സ്വകാര്യ ആശുപത്രികളിലും ഇതിലൂടെ ലഭ്യമാക്കും. പ്രധാനമായും മരുന്നുകൾ, ശസ്ത്രക്രിയകൾ, കിടത്തി ചികിത്സിക്കൽ, റൂം വാടക തുടങ്ങിയ ചിലവുകളെല്ലാം ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി ലഭിക്കും. കേരളത്തിലെ BPL AAY റേഷൻ കാർഡ് ഉടമകളായവരിൽ ഭൂരിഭാഗവും ഈ സൗജന്യ ചികിത്സാ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഭാഗത്ത് നിന്ന് ഇത് ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാരുണ്യ ഇൻഷുറൻസ് അഥവാ കാസ്പ് എന്നുമാണ് അറിയപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതി അനുസരിച്ച് മാത്രമായിരുന്നെങ്കിൽ സംസ്ഥാനത്ത് ഗുണഭോക്താക്കളുടെ എണ്ണം കുറച്ച് കുറയുമായിരുന്നു. അതിനാൽ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന കാസ്പ് പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ലയിപ്പിച്ചാണ് സംസ്ഥാനത്ത് നടപ്പാക്കിയത്. അതിനാൽ 42 ലക്ഷത്തോളം പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കുറഞ്ഞ പരിരക്ഷ തുക ഇരട്ടിയാക്കിയേക്കുമെന്ന് സൂചന. ദേശീയ വാർത്താ ഏജൻസിയായ PDI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ക്യാൻസർ, അവയവദാനം തുടങ്ങിയ ഗുരുതരമായ സാഹചര്യങ്ങൾ നേരിടുന്നതിന് സാമ്പത്തിക സഹായം ആവശ്യമായി വരുന്നത് കണക്കിലെടുത്താണ് സർക്കാർ മാറ്റത്തിന് പദ്ധതിയിടുന്നതെന്ന് PDI റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 1 നടക്കുന്ന ഇടക്കാല കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചതായാണ് വിവരം. നിലവിൽ 5 ലക്ഷം രൂപയാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാക്കുന്ന പരിരക്ഷാ തുക. എന്നാൽ ഇത് 10 ലക്ഷമാക്കി ഉയർത്താനാണ് പദ്ധതി എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കി 100 കോടിയാക്കുവാനും കിസാൻ സമ്മാൻ നിധി സ്വീകർത്താക്കൾ, നിർമ്മാണ തൊഴിലാളികൾ, കൽക്കരി ഇതര തൊഴിലാളികൾ, ആശാ
തൊഴിലാളികൾ എന്നിവർക്കും ആനുകൂല്യങ്ങൾ നൽകാനും ആരോഗ്യ മന്ത്രാലയം പദ്ധതിയിടുന്നതായും റിപ്പോർട്ടിലുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഒരു കുടുംബത്തിന് സെക്കൻഡറി ടെറിഷറി കെയർ ഹോസ്പിറ്റലൈസേഷനായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയാണ് വാഗ്ദാനം ചെയ്യുന്നത്.